കോട്ടപ്പുറം കുണ്ടൂർക്കുന്ന് റോഡിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ക്രഷർ യൂണിറ്റിനെ കുറിച്ചുള്ള പരാതി പ്രദേശവാസികളുടെ യോഗം വിളിച്ചു ചേർത്തു. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ കോട്ടപ്പുറം കുണ്ടൂർക്കുന്ന് റോഡിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ക്രഷർ യൂണിറ്റിനെ കുറിച്ചുള്ള പ്രദേശവാസികളുടെ പരാതികൾ കേൾക്കാൻ ഗ്രാമപഞ്ചായത്തിൽ പ്രദേശവാസികളുടെ യോഗം വിളിച്ചു ചേർത്തു. യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ പാട്ടത്തൊടി അധ്യക്ഷയായി. ക്രഷർ യൂണിറ്റിലേക്ക് കോട്ടപ്പുറം കുണ്ടൂർക്കുന്ന് റോഡിലൂടെയും കുലിക്കിലിയാട് കുണ്ടൂർക്കുന്ന് റോഡിലൂടെയും കുണ്ടൂർക്കുന്ന് ഭാഗത്തു നിന്നുമാണ് ടൺ കണക്കിന് ഭാരവുമായി വലിയ ടോറസ് ലോറികൾ വരുന്നത്. ഇതുമൂലം ഈ റോഡുകളെല്ലാം തന്നെ തകർന്ന് കാൽനടയാത്ര പോലും ദുസ്സഹമായിരിക്കുകയാണ്. പലതവണ ക്രഷർ യൂണിറ്റിന്റെ ഉടമയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരുവിധ നടപടികളും ഉണ്ടായില്ല. കൂടാതെ രാത്രിയും പകലും ഭേദമില്ലാതെ ക്രഷർ യൂണിറ്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പരിസരവാസികളായ ജനങ്ങൾക്കും കിടപ്പ് രോഗികൾക്കും കുട്ടികൾക്കും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. പലരും വീട് വിട്ടു പോകേണ്ട അവസ്ഥയിലാണുള്ളത്. കൂടാതെ കോട്ടപ്പുറം കുണ്ടൂർക്കുന്ന് റോഡിൽ തോടിനുള്ള പാലം വളരെ അപകടാവസ്ഥയിലാണ് ഉള്ളത്. ഒട്ടേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുള്ള ബസ്സുകളും മറ്റു വാഹനങ്ങളും പോകുന്ന റോഡിലെ ഈ പാലം ഏത് നിമിഷം വേണമെങ്കിലും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണുള്ളത്. ഇതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്ന ആവശ്യവുമായാണ് പ്രദേശവാസികൾ ഗ്രാമപഞ്ചായത്തിലെ യോഗത്തിന് എത്തിയത്. രാവിലെ 4 മണി മുതൽ രാത്രി 12 മണി വരെ 14 ചക്രമുള്ള ക്രഷർ ഞങ്ങളെ മുമ്പിൽ കൂടി, ഞാൻ ബ്ലാക്ക് കൊടുത്താണ് എന്റെ ക്രഷറിന്റെ ഏറ്റവും അടുത്തതാണ്, ഇങ്ങനെ ചീറി പാഞ്ഞിക്കൊണ്ടിരിക്കുക. 3-4 വണ്ടികൾ അങ്ങോട്ട് പോകുന്നു, അതേ സ്പീഡിൽ ഇങ്ങോട്ട് പോകുന്നു. സ്കൂളിൽ പോണ കുട്ടികള്, മദ്രസയിൽ പോണ കുട്ടികള് എല്ലാം രാവിലെ മുതൽക്ക് അത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ പറഞ്ഞു എനിക്കറിയാം ലൈസൻസ് കൊടുത്ത കാര്യങ്ങളൊക്കെ എല്ലാ പേപ്പറുകളും ശരിയാക്കിയിട്ടാണ് കോഴി അവിടെ തുടങ്ങിയിരിക്കുന്നത്. ശരിയാണ്. ഒരു കോഴി ഫാം തുടങ്ങണമെങ്കിൽ അതിന്റെ ചുറ്റുവട്ടത്തുള്ള ഏറ്റവും അടുത്തുള്ള ആളുകൾ ഒപ്പിട്ട് കൊടുക്കണം. നിങ്ങൾക്ക് പറയാൻ കഴിയോ ഈ ക്രഷറിന്റെ അടുത്തുള്ള ആരാതിൽ ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നത്? ആരും ഒപ്പിട്ട് കൊടുത്തില്ല. ക്രഷറിന്റെ അടുത്തുള്ള കുഞ്ഞാപ്പ് അക്കരപ്പറമ്പ കുഞ്ഞാപ്പ് വീട് വിറ്റ് പോയിരിക്കുക അവിടുന്ന്. ഞങ്ങളെ സംബന്ധിച്ച് പറയണത് റോഡ് ശരിയാക്കലോ പാലം ശരിയാക്കലോ 2-ാം ദിവസം ഈ ക്രഷർ അവിടെ പാടില്ല. ക്രഷർ വന്നത് കൊണ്ട് എന്റെ ഉമ്മർത്തൊക്കെ നല്ല സുന്ദരമായ റോഡായിരുന്നു. ഇപ്പൊ വെറും കല്ല് മാത്രമാണുള്ളത്. സർവ്വ വെള്ളത്തിന്റെ പൈപ്പ് ലൈനുകൾ, എന്റെ പൈപ്പ് ലൈൻ ഒരാഴ്ചയുടെ ശരിയാക്കിയിട്ട് അങ്ങനെ സർവ്വ പൈപ്പ് ലൈനുകൾ പൊട്ടി. റോഡ് എല്ലാം കുണ്ട് മുഴുവനും വെറും കല്ലുകൾ മാത്രമുള്ളത്. അപ്പൊ അതുകൊണ്ട് ആ ക്രഷറോടെ പാടില്ല. ക്രഷർ നിന്നാലേ മറ്റേ റോഡ് എത്ര ശരിയായിട്ടും കാര്യമില്ല. പിന്നെ അതുകൊണ്ട് ക്രഷറോടെ പാടില്ല. ആ കോഴി അവിടെ നിർത്തേണ്ടത് അത്യാവശ്യമാണ്. കാരണം നേരത്തെ പറഞ്ഞാൽ അവിടെ കുട്ടികൾക്ക്, പരിസരത്തെ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ കിടപ്പ് രോഗികൾ, എന്തിനധികം പറയുന്ന ഒരു നമ്മുടെ കോഴികളെ വളർത്തുന്ന കോഴികളുണ്ടല്ലോ, ഇതിന്റെ സൗത്ത് കേട്ട കോഴി ചത്തുപോവാണ്. അങ്ങനെ നിരവധി കാണാൻ പറ്റാത്ത വിഷയങ്ങൾ ഉൾപ്പെടെ ആ കോഴിയുമായി ബന്ധപ്പെട്ട പരിസരവാസികൾ നിരവധി പ്രശ്നങ്ങൾ അനുഭവിക്കുകയാണ്. അതിന്റെ പുറത്താണ് ഈ പറഞ്ഞ പോലെ കോട്ടപ്പുറത്ത് നിന്ന് വരുന്ന ആ റോഡായാലും, കുന്നത്തപ്പീടിയിൽ നിന്ന് വരുന്ന റോഡായാലും, കുണ്ടൂർക്കുന്നത്ത് നിന്ന് വരുന്ന റോഡായാലും ഈ റോഡുകളൊക്കെ പറ്റ തർപ്പണമായി. അതിന്റെ പുറത്ത് തെങ്ങൻതൊടി എന്ന ഭാഗത്ത ചെറിയൊരു പാലം, ആ പാലത്തിൽ ഈ റോഡിൽ നിന്ന് പോകാനുള്ള സംവിധാനം അതിനില്ല, അതിനുള്ള ബലമില്ല. അപ്പൊ നമുക്കറിയാം നമ്മൾ ഈ റോഡുകൾ ഉള്ളതാണ്. അപ്പൊ ഈ റോഡിലൊക്കെ ആണെങ്കിലും വിഷയമില്ല. ആ റോഡിൽ എത്ര ടെണ്ണ് വെച്ചിട്ടുള്ള ലോറി പോവാം എന്ന് പഞ്ചായത്തിന് നിർദ്ദേശം ഉണ്ടാവും, അല്ലെങ്കിൽ അതിനൊരു പാസ് ഉണ്ടാവും. അതിനെ മറികടന്നുകൊണ്ടാണ് കോവിഡ് ആളുകൾ പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ അതിനൊക്കെ പറഞ്ഞ പോലെ ഇപ്പൊ നമുക്കറിയാം സമയം ഇല്ല അവർക്ക്, ഏത് സമയത്ത് പ്രവർത്തിക്കുകയാണ്, എത്ര ലോഡ് അവരുടെ ലാഭമാണ് നോക്കുന്നത്. അത് തീർച്ചയായിട്ടും പഞ്ചായത്തിന് കടിഞ്ഞാൻ നേടാൻ സാധിക്കണം എന്നാണ് സൂചിപ്പിക്കുന്നത്. എങ്ങനെ അവിടുന്ന് മാറ്റും, അതല്ലെങ്കിൽ അതിങ്ങനെ നിർത്തലാക്കും എന്നതിനെ കുറിച്ചിട്ട് ആരും കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇപ്പൊ ഇന്നലെ ബോർഡ് മീറ്റിംഗ് കൂടിയിട്ടും അവിടെ തീരുമാനം എടുത്തത് അത് PWD കൊണ്ട് ഏറ്റെടുപ്പിക്കാം എന്നുള്ളതാണ്. PWD ആ റോഡ് ഏറ്റെടുത്ത് വരുന്നത് വരെ ആ ക്രഷർ അവിടെ അങ്ങനെ പ്രവർത്തിക്കും. പിന്നെ PWD ഏറ്റെടുത്താലും ക്രഷർ അവിടെ വർക്ക് ചെയ്യും എന്നുള്ള രീതി തന്നെയാണ് ചർച്ച പോകുന്നത്, അല്ലെങ്കിൽ ആ തീരുമാനം അങ്ങനെയാണ് വരുന്നത്. ഇവിടുത്തെ ആളുകളുടെ ആവശ്യം എന്താ? ക്രഷർ അവിടെ പാടില്ല എന്നുള്ളതാണ്. ക്രഷർ എങ്ങനെ അവിടുന്ന് മാറ്റാൻ പറ്റും എന്നുള്ളതാണ് ഈ ജനങ്ങളെ കൂടെ നിന്നുകൊണ്ട് പഞ്ചായത്ത് ആലോചിക്കേണ്ടത്. അതിനിപ്പോ ഇവിടെ പൊല്യൂഷൻ കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിൽ ഒരു പരാതി, അതിനൊരു പുനഃപരിശോധിക്കണം എന്ന് പറഞ്ഞിട്ടൊരു പരാതി അല്ലെങ്കിൽ അപേക്ഷ കൊടുത്തിട്ട് അങ്ങനെ കൊടുക്കാൻ വേണ്ടിയല്ല പഞ്ചായത്ത് റോഡ് കമ്മിറ്റി കൂടി തീരുമാനിക്കേണ്ടത്. ആ രീതി. അതുപോലെ പരിസ്ഥിതിക്ക് എന്തെങ്കിലും ആഘാതം ഉണ്ടോ, ആ ആഘാതത്തിന് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പരിസ്ഥിതി ജിയോളജി വകുപ്പുമായിട്ട് ആ രീതിക്കുള്ള പരാതിയിൽ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ അറിയാൻ കഴിഞ്ഞത് പൊല്യൂഷൻ കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിന് എത്രയോ മുമ്പ് പഞ്ചായത്തിൽ നിന്ന് റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പരാതി അപേക്ഷ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ റിപ്പോർട്ട് വരെ കിട്ടിയിട്ടില്ല. ആ റിപ്പോർട്ട് കിട്ടാത്തതിന്റെ കാരണം എന്താ അറിയോ? ആ കടലാസിനേക്കാൾ വലിയ കടലാസുകൾ അതിന്റെ മുകളിൽ ഉണ്ടായിരിക്കും. ആ കടലാസിനേക്കാൾ കൂടുതൽ വലിയ കടലാസുകൾ അതിന്റെ മുകളിൽ ഇരിക്കുന്നതുകൊണ്ടായിരിക്കും അവിടുന്ന് ആ റിപ്പോർട്ട് വരാത്തത്. അപ്പൊ അത് പഞ്ചായത്ത് കൃത്യമായി അതിൽ ഇടപെടുകയും അത് കിട്ടാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകണം. ഈ ഞങ്ങളുടെ ജീവിതാവകാശത്തെയാണ് നിഷേധിക്കുന്നത്.
ആ നിഷേധത്തിനെതിരെ ഞങ്ങൾ ശക്തമായി ഞങ്ങളുടെ ജീവൻ കൊടുക്കേണ്ടി വന്നാലും ഞങ്ങൾ അവിടെ ഉണ്ടാവും. ഞങ്ങൾ അവിടുന്ന് മാറിപ്പോകാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ഇവിടുന്ന് ഇപ്പോൾ ഇന്നലെ വന്ന് നമ്മുടെ കുട്ടികളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇപ്പൊ ലോറി വന്നിട്ട് ശരിക്കും ഇടിച്ച് തകർത്തുന്നുള്ള മനസ്സിലാവും. ഈ പറയുന്ന ക്രഷറിന്റെ ഉടമ പറയുന്നത് പിന്നെ അതിനുശേഷം വരുന്ന എന്ത് ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തോളാം. ഞങ്ങളുടെ കുട്ടികളെ പിന്നെ ഇടിച്ചു കൊന്നിട്ടോ അല്ലെങ്കിൽ അവർ നഷ്ടപ്പെടുത്തിയിട്ട് അവർ എന്ത് നഷ്ടപരിഹാരമാണ് ഞങ്ങൾക്ക് നൽകാൻ പോകുന്നത്? അങ്ങനത്തെ നഷ്ടപരിഹാരം ഞങ്ങൾക്ക് ആവശ്യമില്ല. അത്തരം ധിക്കാരപരമായിട്ട് നീങ്ങുന്ന ആ ക്രഷറിക്കെതിരെ ഒരിക്കലും ഒരു അനുരഞ്ജനം ഞങ്ങൾക്ക് ആവശ്യമില്ല. അത് അവിടുന്ന് അവസാനിപ്പിക്കല്ലാതെ ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ ഒന്നും ആവശ്യപ്പെടുന്നില്ല. ഞങ്ങളുടെ ജീവിക്കാനുള്ള അവകാശം മാത്രമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അല്ല, എന്റെ വീട്ടിൽ നിന്ന് ഒരു തുള്ളി വെള്ളം കമ്മിയാലില്ല. ഞങ്ങൾ വെള്ളം കൊള്ളുന്ന പൊടി കൊണ്ട് ഞങ്ങളുടെ ഇപ്പൊ എന്റെ ചെറിയ കുട്ടിയുണ്ട് അവിടെ വീട്ടില്. ഇപ്പൊ ഇന്നലെ മിഞ്ഞാന്നൊക്കെ ഒരു ശരിക്കും പറഞ്ഞ 15-20 മിനിറ്റ് ശരിക്കും നിങ്ങൾ ഒന്ന് വന്ന് നോക്കിയാൽ മതി. അപ്പോഴേ മനസ്സിലാവുള്ളൂ. ഞാൻ പറഞ്ഞാൽ അതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അവിടുന്ന് ശരിക്കും പറഞ്ഞ പിന്നെ നമ്മൾ പൂരത്തിലൊക്കെ പോയ മരുന്നുമണി എങ്ങനെയാണ് അതിനേക്കാൾ ശബ്ദത്തിലാണ് ഞങ്ങൾ ആ വീട്ടുകാർക്ക് അവകാശപ്പെടുന്നത്. ഭയങ്കര സൗണ്ടിൽ, അതായത് അത് ചിലപ്പോൾ 15-20 മിനിറ്റ് ഈ പരിസരവാസികളെ ഒപ്പിട്ട് കൊടുത്തു എന്നൊക്കെ പറയപ്പെടുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ അത് തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞാൻ ഏറ്റവും അടുത്തിരിക്കുന്ന ഏറ്റവും അതിന്റെ അടുത്ത് കിടക്കുന്ന പിന്നെ ആളാണ് ഞങ്ങളുടെ എന്റെ ജ്യേഷ്ഠന്റെയും എന്റെ പിന്നെ അനുജന്മാരും അവിടെ ഉള്ളതൊക്കെ ഞങ്ങളുടെ കുടുംബങ്ങളും ഞങ്ങളുടെ പരിസരവാസികളും ഇവരെല്ലാം ആളുകൾക്ക് അറിയാം. ഒരാളെ തന്നെ ഒപ്പിട്ട് തെളിയിക്കാൻ പറ്റണമെങ്കിൽ ഞങ്ങളവിടെ എന്തുവാണെങ്കിലും ഞങ്ങൾ ചെയ്തു കൊടുക്കാം. പക്ഷെ അത് ധിക്കാരപരമായിട്ടാണ് അവന്റെ പെരുമാറ്റം തന്നെ നടക്കുന്നത്. അത്രയും ധിക്കാരപരമായിട്ട് നടക്കുമ്പോൾ ഈ പഞ്ചായത്ത് ഞങ്ങളുടെ കൂടെ നിൽക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ജീവിക്കാനുള്ള അവകാശം ഭരണഘടന നമുക്ക് തന്നിട്ടുണ്ട്. ആ ഭരണഘടനയുടെ ലംഘനമാണ്, നഗ്നമായ ലംഘനമാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം എല്ലാവരും തിരിച്ചറിയണം. വലിയ ജനകീയ സമരങ്ങൾ ഏത് വലിയ കൊമ്പനെയും കുത്തിച്ചിട്ടുള്ള ധാരാളം ഉദാഹരണങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. ഈ പ്രദേശവാസികൾക്ക് മാത്രമല്ല ഒരു പ്രശ്നം വരുന്നത്, ഈ കരിമ്പുഴ പഞ്ചായത്തിന് മാത്രമല്ല, വലിയ പാരിസ്ഥിതിക ആഘാതങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലുള്ള അനധികൃതമായി നടക്കുന്ന ഒരു കർഷകരാണ് അവിടെ എന്നുള്ള കാര്യത്തിൽ യാതൊരു വിഷയമില്ല. 6 മണി മുതൽ 6 മണി വരെയാണ് അതിന്റെ വർക്കിംഗ് ടൈമെങ്കിലും 24 മണിക്കൂറും അമിത ഭാരം കയറ്റിയുള്ള വാഹനങ്ങൾ പോകുന്നു. നിങ്ങളുടെ ലൈസൻസ് കൊടുക്കുന്നതിന് മുമ്പ് റോഡില്ല, ലൈസൻസ് കൊടുത്തതിന് ശേഷം റോഡില്ല. അങ്ങനെ ഒരു റോഡില്ലാത്തൊരു സ്ഥലത്ത് 7 വീതിയിൽ കൃത്യമായിട്ട് വാഹനങ്ങൾക്ക് 7 മീറ്റർ വീതിയിൽ കൃത്യമായിട്ട് ആ വാഹനത്തിന് കടന്നു പോകാനുള്ള റോഡ് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തി നിങ്ങൾ കൊടുക്കേണ്ട ഡിഒ ലൈസൻസ്. ആ റോഡിന് നിങ്ങൾ അവിടെ റോഡ് തന്നെ ഇല്ലാത്തൊരു സ്ഥലത്തേക്കാണ് നിങ്ങൾ ഡിഒ ലൈസൻസും കെട്ടിട നിർമ്മാണ ബോർഡിൽ നിന്നുള്ള പെർമിഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട്. നിങ്ങളിപ്പോൾ കുറച്ച് മുമ്പ് സംസാരിച്ചപ്പോൾ എനിക്ക് അദ്ദേഹത്തിന്റെ പേരറിയില്ല, കുറച്ച് മുമ്പ് സംസാരിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞു എയറോപ്ലെയിൻ വേഗത്തിലാണ് പേപ്പേഴ്സ് വന്നതെന്ന് പറഞ്ഞു. റോക്കറ്റ് വേഗത്തിൽ നിങ്ങൾക്ക് അത് തിരിച്ചയക്കാമോ? കാരണം അവിടെ റോഡില്ല. റോഡില്ലാത്തൊരു സ്ഥലത്ത് നിങ്ങൾ എങ്ങനെയാണ് ക്രഷർ യൂണിറ്റ് കൊടുത്തത്? ഞങ്ങൾ ചോദിക്കാനുള്ളത് ചെറിയ ചെറിയ ചോദ്യങ്ങളുള്ളൂ. അത്ര ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പേപ്പേഴ്സ് നിങ്ങളെ മുന്നിലെത്തിയതിനു ശേഷം നിങ്ങൾ ലൈസൻസ് കൊടുത്തിട്ടാണ് അവിടെ യൂണിറ്റ് വരുന്നത്. പഞ്ചായത്തിന്റെ അനുമതിയും ലൈസൻസും ഇല്ലാതെ ഒരു യൂണിറ്റ് വരില്ല. അത് ഞങ്ങൾക്കും നിങ്ങൾക്കും കൃത്യമായിട്ട് അറിയാം. 7 മീറ്റർ കൃത്യമായിട്ടുള്ള രീതിയിൽ റോഡ് വേണമെന്ന ഒരു ക്രഷർ യൂണിറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ കൃത്യമായ നിയമമുണ്ട്. ആ നിയമം തെറ്റിച്ചു. അങ്ങനെ ഒരു നിയമം വന്ന റോഡില്ലാത്തൊരു സ്ഥലത്ത് കൂടി നോയിസ് കൺട്രോളിന്റെ നോയിസ് 2000 എന്ന നിയമപ്രകാരം അവിടെ ആ നിയമം കൂടി അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് റദ്ദിയായിരുന്നു. അന്ന് തന്നെ റദ്ദിയാം. ഫിസിക്കലി മെന്റലി അത് ഇവിടെ അല്ല, നിങ്ങൾക്ക് റെന്റ് ചെയ്യാം, അത് ഇവിടുന്ന് ഒഴിവാക്കാം. അത് ശാസ്ത്രമല്ല എന്നുള്ളത് പഞ്ചായത്തിലെ പ്രസിഡന്റിനും സെക്രട്ടറിക്കും കൃത്യമായിട്ട് എഴുതി കൊടുത്തിട്ട് അത് ഒഴിവാക്കായിരുന്നു. ഒന്നാമത്തെ തെറ്റ് ചെയ്തത് നിങ്ങളാണ്. നിങ്ങളിപ്പോൾ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചതുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ പൂർണ്ണമായിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് പറയാനുള്ളത് പറയണല്ലോ. ഒന്നാമത്തെ തെറ്റ് സംഭവിച്ചത് നിങ്ങൾ ഇതിൽ നിന്ന് തന്നെയാണ്. കാരണം അവിടെ ഒരു ക്രഷർ യൂണിറ്റ് വരുമ്പോൾ അതാത് വാർഡ് മെമ്പർ മുഖാന്തരം ആ ഭാഗത്ത് താമസിക്കുന്ന സ്ഥിരജനങ്ങളെ നിങ്ങൾ വിളിച്ചു കൂട്ടിയിട്ട് നമ്മുടെ ഇന്ന ഭാഗത്തേക്ക് ഇന്ന രീതിയിൽ ഇന്ന വിസ്തൃതിയിൽ ഇന്ന ആകൃതിയിൽ ഒരു ക്രഷർ യൂണിറ്റ് വരുന്നുണ്ട്, അതിന് യൂണിറ്റ് നമ്മൾ ഇവിടെ ഒരു ലൈസൻസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്, നിങ്ങളത് അംഗീകരിക്കാൻ പാടുണ്ടോ? നിങ്ങളത് അംഗീകരിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചിട്ടില്ല. പഞ്ചായത്ത് രാജ് ആക്ട് 234 പ്രകാരം പല കാര്യങ്ങളും കൊടുത്തിട്ട് നമ്മൾ എവിടുന്നൊക്കെയാണ് ലൈസൻസ് എടുത്താൽ ലൈസൻസ് റദ്ദാക്കാൻ ഭരണസമിതിക്ക് കഴിയില്ല എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ സൂചിപ്പിച്ച 2 ആൾ പറഞ്ഞതുപോലെ ഭരണസമിതിയുടെ ഒരു പരാജയമായിട്ടാണ് കാണാൻ പറ്റുക. പൊല്യൂഷൻ ബോർഡിൽ ലൈസൻസ് അവർക്ക് പിന്നെ റിപ്പോർട്ട് കൊടുക്കാൻ പറ്റും. ഒരു ഭരണസമിതിക്ക് റിപ്പോർട്ട് കൊടുത്തൂടെ? RTO അളവിൽ കവിഞ്ഞ ലോഡ് വെച്ചിട്ട് പഞ്ചായത്ത് റോഡാണല്ലേ, പഞ്ചായത്ത് റോഡിൽ കൂടെ എത്ര ടൺ വാഹനങ്ങൾക്കാണ് പോകാൻ പറ്റുക? പഞ്ചായത്ത് ഒരു ഉത്തരവ് തരണം. അവിടെ 40ന്റെ മുകളിലുള്ള 16, 17, 18 വീല് വണ്ടികൾ അതിൽ പോകുമ്പോൾ ഈ വണ്ടി അവിടെ കയറാൻ പാടില്ല. അവിടെ ഒരു ബോർഡ് വെച്ചൂടെ? പഞ്ചായത്തിന് പറ്റില്ല, പഞ്ചായത്ത് ഭരണസമിതിക്ക് ഒരു ബോർഡ് വെക്കാൻ പറ്റില്ലേ? 2 പാലാണ്, ഒരു പാലല്ല 2 പാലാണ്.
കുണ്ടൂരിൽ നിന്ന് സ്കൂളിന്റെ അവിടുന്ന് കൊടുങ്ങോട് സെന്ററിലേക്ക് പോകുമ്പോൾ ചെമ്പായിപ്പാടുണ്ട്. ആ ചെമ്പായിപ്പാടത്തിന്റെ അവിടുത്തെ പാലം ഒരു 7 വർഷം മുന്നേ പൊളിഞ്ഞതാണ്. പൊളിഞ്ഞ് നേരെയാക്കിയിട്ടുള്ളൂ. അവിടെ ഇപ്പൊ ഉള്ളാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ഈ മഴ അതിജീവിക്കില്ല, അത് രണ്ടാമതും പൊളിയും. എത്രയും പെട്ടെന്ന് അവിടെ രണ്ടിടത്തും ബോർഡ് വെച്ച് ഭാരവാഹനങ്ങൾ ആദ്യം നിർത്തുക. ഈ ഭാരവാഹനങ്ങൾ നിർത്തൽ കഴിഞ്ഞാൽ തന്നെ ബോർഡിലേക്കുള്ള കല്ല് വരല് നിൽക്കും. പിന്നെ ജിയോളജി വകുപ്പില് അവർക്ക് റിപ്പോർട്ട് കൊടുക്കാൻ ഭരണസമിതിക്ക് പറ്റില്ല. റിപ്പോർട്ട് കൊടുക്കണം. എഴുതിയ റിപ്പോർട്ട് ഭരണസമിതി അംഗങ്ങൾ എഴുതിയത് ജിയോളജിക്ക് വന്നാൽ അവർക്ക് കടന്നറിയില്ലേ എത്ര കല്ല്, എത്ര ലോഡ്, എത്ര പാസ്സാണ് അവർക്ക് കൊടുക്കണം. ഒരു ദിവസം എത്ര പാസ് ഉണ്ട്? 10 താഴെ ഉണ്ടോ? 10 വണ്ടിയാണ് അവിടെ പോണത്. അല്ല, 10 താഴെ പാസ് ചെയ്തു. അത് എത്രയാണെന്ന് ഭരണസമിതി എന്ന് പറഞ്ഞാൽ. അത് മാത്രമല്ല, ഈ നമ്മുടെ ജിയോളജി വകുപ്പിലേക്ക് ഒരു പരാതി ഭരണസമിതിയുടെ പഞ്ചായത്തിൽ നിന്ന് കൊടുക്കുന്ന പരാതിക്ക് വില ഉണ്ട്. അവർ വന്ന് നോക്കും എത്ര അളവിലാ കല്ല് കിടക്കണേ. ഒരു മല മൊത്തം അവിടെ കൊണ്ടുവന്ന് കൂട്ടിയിട്ടുണ്ട്. കൊടുങ്ങൂർ സെന്ററിൽ ഒരു മലയ്ക്കുള്ള കല്ല് കൂട്ടിയിട്ടുണ്ട്. അത് അളക്കാൻ പറ്റാത്ത ജിയോളജി വകുപ്പൊന്നുമല്ല, അവർക്ക് അറിയാം. അപ്പൊ ഇതൊക്കെ അതാത് രീതിയിൽ നീങ്ങി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമുക്ക് അതിന്റെ ലൈസൻസ് റദ്ദാക്കാനൊക്കെ കഴിയും. ഇത്തരത്തിൽ നമ്മളിങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അന്ന് ജനങ്ങളുടെ അഭിപ്രായം കേട്ടിട്ടില്ല. ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞത് പറയട്ടെ. ആയിക്കോട്ടെ, ഞാൻ തിരുത്തിയല്ല. ഞാനിപ്പോ പറഞ്ഞത് നിങ്ങൾക്ക് വേദനിപ്പിച്ചു ഞാൻ തിരിച്ചെടുത്തു. ഞാൻ ഉദ്ദേശിച്ചത് കൂടി മനസ്സിലാക്കണം. ഇനി നിങ്ങളെ എന്തിനാണ് വിളിച്ചത് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഈ വലിയ വികാരം ഞങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് നിങ്ങൾ കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ചേർന്നിട്ടുള്ളത്. അപ്പോൾ ഈ വലിയ രീതിയിലുള്ള വാഹനങ്ങൾ പോകാൻ പറ്റില്ല എന്ന് നിയമപ്രകാരം ഒരു ബോർഡ് വെക്കണമെങ്കിൽ അതന്നെ ആ ബോർഡ് വെക്കണമെങ്കിൽ അതിന് അംഗീകാരം തരണം. അതായത് ഈ ബോർഡിന് നമുക്ക് മാലിന്യം ഇടരുതെന്ന് പറഞ്ഞ് ബോർഡ് വെക്കണ പോലെയല്ല. വലിയ വാഹനങ്ങൾ അത് കടന്നു പോകരുത്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ പരിശോധിച്ച് അതിലൂടെ ആ വാഹനം കടന്നു പോകില്ല എന്ന് ഒരു കത്ത് നമുക്ക് തരണം. നാളെ തന്നെ ജില്ലാ പഞ്ചായത്തുമായി ഞങ്ങൾ നേരിട്ട് പോയി ബന്ധപ്പെട്ട് അതിനുള്ളൊരു തീരുമാനം ഉണ്ടാകും. 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഈ പറഞ്ഞ പ്രശ്നത്തിന് ഈ ഭരണസമിതി തീരുമാനം കാണും എന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. ലൈസൻസ് കൊടുത്തതുമായി ബന്ധപ്പെട്ട രീതിയിലല്ല ആ സ്ഥാപനം പ്രവർത്തിക്കുന്നത് എന്ന് ഞങ്ങൾക്കൊക്കെ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ആ സ്ഥാപനത്തിന് തുടർന്ന് പ്രവർത്തിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോപ്പ് മെമ്മോയും കൊടുക്കും. ബാക്കി കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് നേരിടാം. നമ്മൾ പറഞ്ഞ ഒരു കാര്യവും കോറിയുടെ ഉടമസ്ഥൻ എന്ന് പറയുന്ന ആൾ ചെയ്തിട്ടില്ല എന്ന് പരിപൂർണ ബോധ്യം ഞങ്ങൾക്കുമുണ്ട്. യോഗത്തിന് എത്തിച്ചേർന്ന ആളുകളുടെ എല്ലാ അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷം അമിത ഭാരവാഹനങ്ങൾ ഈ 3 റോഡുകളിലൂടെയും പോകുന്നത് നിയന്ത്രിക്കാൻ ബോർഡുകളും സുരക്ഷാ ക്രമീകരണങ്ങളും വയ്ക്കാൻ ഗ്രാമപഞ്ചായത്ത് തീരുമാനിക്കുകയും കൂടാതെ അടുത്ത ദിവസം തന്നെ കമ്പനിക്ക് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തു.